ഒഡീഷയിൽ ക്രൈസ്തവ പീഡനം തുടരുന്നു. മതപരിവർത്തനം ആരോപിച്ച് കന്യാസ്ത്രീയെ ഓടുന്ന ട്രെയിനിൽ നിന്ന് പിടിച്ചിറക്കി അപമാനിച്ച ബജ്രംഗ് പ്രവർത്തകർ. കേരളത്തിൽ പ്രീണനവും കേരളം വിട്ടാൽ പീഡനവുമെന്ന് വിശ്വാസികൾ. BJP ഭരിക്കുന്ന ഒഡീഷയിൽ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന കന്യാസ്ത്രീയെയും ഒപ്പമുണ്ടായിരുന്ന 3 പെൺകുട്ടികളെയും മതപരിവർത്തനം നടത്തിയെന്നാരോപിച്ച ഒരു സംഘം ബജ്രംഗ് പ്രവർത്തകർ ട്രെയിനിൽ നിന്ന് പിടിച്ചിറക്കി ആക്രമിച്ചതായി പരാതി. പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ഇവർ ക്രൂരമായ മാനസിക പീഡനത്തിന് ഇരയായത്. മെയ് 31-ന് പാതിരാത്രിയിലാണ് പരാതിക്ക് ആധാരമായ സംഭവം നടന്നത്. കഴിഞ്ഞ ദിവസമാണ് 2 മലയാളി വൈദികരെ ഒഡീഷയിൽ ഹിന്ദുത്വ സംഘടനാ പ്രവർത്തകർ തല്ലിച്ചതച്ചത്. ക്രൈസ്തവ വേട്ട തുടർക്കഥയായിട്ടും ഒഡീഷയിലെ BJP ഭരണകൂടം അക്രമികൾക്കെതിരെ യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ലെന്ന ആരോപണം വ്യാപകമായിട്ട് ഉയരുന്നുണ്ട്. ഒഡീഷയിലെ ബഹ്റാംപൂർ രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിൽപ്പെട്ട 29-കാരിയായ കന്യാസ്ത്രീക്കാണ് പൊതുമധ്യത്തിൽ വെച്ച് അത്യന്തം ഹീനമായ അധിക്ഷേപം നേരിടേണ്ടി വന്നത്. ബഹ്റാംപൂരിൽ നിന്ന് മെയ് 31-ന് രാത്രി ജാർസഹുഡയിലേക്ക് റൂർക്കല രാജധാനി എക്സ്പ്രസ് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഒരു സംഘം ബജ്രംഗ് പ്രവർത്തകർ സഭാവസ്ത്രം ധരിച്ചിരിക്കുന്ന കന്യാസ്ത്രീയെയും 3 പെൺകുട്ടികളെയും കാണുന്നത്. ഇവർക്കൊപ്പം കന്യാസ്ത്രീയുടെ പ്രായപൂർത്തിയാകാത്ത ഇളയ സഹോദരനും ഉണ്ടായിരുന്നു. ബഹ്റാംപൂരിൽ സഭയുടെ കീഴിലുള്ള സ്ഥാപനത്തിൽ അവധിക്കാല ക്ലാസുകളിൽ പങ്കെടുത്ത ശേഷം മടങ്ങുന്ന വഴിയിലാണ് ട്രെയിനിൽ വെച്ച് ഇവരെ ബജ്രംഗ് പ്രവർത്തകർ കാണുകയും വളഞ്ഞുവെച്ച് ചോദ്യം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. അതിനുശേഷം ബലമായി രാത്രി 11 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ചിറക്കുകയും കുട്ടിക്കടത്തും മതപരിവർത്തനവും നടത്തുകയാണെന്ന് ആരോപിച്ച് അധിക്ഷേപിക്കുകയും സ്റ്റേഷനിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുകയായിരുന്നു. 3 പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയായെന്ന് തെളിയിക്കുന്ന ആധാർ രേഖകൾ കാണിച്ചിട്ടും കുട്ടിക്കടത്താണെന്ന് പറഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലെ ജീവനക്കാരുടെയും റെയിൽവേ പോലീസിന്റെയും സാന്നിധ്യത്തിൽ പാതിരാത്രിയിൽ പരസ്യ വിചാരണയും അധിക്ഷേപവും നടത്തുകയായിരുന്നു. കന്യാസ്ത്രീ അടക്കം 5 പേരെയും റെയിൽവേ സംരക്ഷണ സേനയുടെ ഓഫീസിൽ എത്തിച്ചിട്ടും ബജ്രംഗ് പ്രവർത്തകരുടെ ഭീഷണി തുടരുകയായിരുന്നു. ജനിച്ച കാലം മുതൽ തങ്ങൾ കത്തോലിക്ക സഭാ വിശ്വാസികളാണെന്ന് പറഞ്ഞിട്ടും അതൊന്നും വിശ്വസിക്കാനോ രേഖകൾ പരിശോധിക്കാനോ പോലും പോലീസും തയ്യാറായില്ലെന്നും അർദ്ധരാത്രിയിൽ സ്റ്റേഷനിൽ വെച്ച സ്ത്രീകൾക്ക് നേരെ അധിക്ഷേപം തുടർന്നിട്ടും ഇവർക്ക് സംരക്ഷണം നൽകാതെ പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു എന്നുമുള്ള ഗുരുതര ആരോപണങ്ങളാണ് ഉയരുന്നത്. ഇതിനിടെ കന്യാസ്ത്രീ തന്റെ സന്യാസിനി സമൂഹത്തിലെ മേലധികാരികൾക്ക് സന്ദേശം അയക്കുന്നത് കണ്ട ബജ്രംഗ് പ്രവർത്തകർ ഫോൺ പിടിച്ചു വാങ്ങിച്ചു വെച്ചു. പിറ്റേന്ന് രാവിലെ 8 മണിയോടെ ഒരു സംഘം റെയിൽവേ പോലീസ് സംഘം എത്തി ഇവരെ മറ്റൊരു ഓഫീസിലേക്ക് കൊണ്ടുപോയി. വിവരമറിഞ്ഞെത്തിയ കന്യാസ്ത്രീയുടെയും പെൺകുട്ടികളുടെയും മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ വെച്ചും ഭീഷണിയും അധിക്ഷേപവും തുടരുകയായിരുന്നു. സംഭവം അറിഞ്ഞെത്തിയ മനുഷ്യാവകാശ പ്രവർത്തകരും വനിതാ അഭിഭാഷകരുമായ സുജാത ജേന, ക്ലാര ഡിസൂസ, സെബാറ്റി സോറൻ എന്നിവർ പെൺകുട്ടികളെ അനാവശ്യമായി തടങ്കലിൽ വെച്ചതിന് ചോദ്യം ചെയ്യുകയും രേഖാമൂലം ഒരു പരാതിയോ FIR ഇല്ലാത്തത് അഭിഭാഷകർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇതോടെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത് എത്തിയത്. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാമെന്ന ഉറപ്പിൽ കന്യാസ്ത്രീയെയും കൂട്ടരെയും 1.5 ദിവസത്തെ ഭീഷണിക്കും പരസ്യമായ അധിക്ഷേപങ്ങൾക്കും ശേഷം വിട്ടയക്കുകയായിരുന്നു. ഇക്കഴിഞ്ഞ ആഴ്ചയാണ് ഒഡീഷയിലെ സാമ്പൽപൂരിൽ വെച്ച ഒരു സംഘം ആക്രമികൾ മലയാളി വൈദികരായ ഫാദർ ലീനസ് പുത്തൻ വീട്ടിൽ, ഫാദർ സിൽവിൻ കളത്തിൽ എന്നിവരെ കുച്ചിണ്ട ചർവാച്ചിയിൽ കാർമൽ നികേതൻ ആശ്രമത്തിൽ വെച്ച് അതിക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. ആക്രമണത്തിൽ പരിക്കേറ്റ വൈദികർ ഇപ്പോൾ മഞ്ഞുമ്മൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൈകളും കാലും കെട്ടിയിട്ട് വായിൽ തുണി കുത്തിത്തിരുകി ആക്രമികൾ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് വൈദികർ വെളിപ്പെടുത്തിയിരുന്നു. ക്രൂരമായ മർദ്ദനത്തെ തുടർന്ന് കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അവരിപ്പോൾ. മെയ് 23-ന് പുലർച്ചെ 1:30-യോടെയാണ് അക്രമി സംഘം എത്തിയത്. 7 പേരാണ് മുറികളിലെത്തിയത്. 4 പേർ പുറത്തു നിൽക്കുകയായിരുന്നു. പണം ചോദിച്ചായിരുന്നു ആക്രമണം. 30,000 രൂപയും പ്രിന്ററും പിയാനോയും ആക്രമികൾ കൊണ്ടുപോയെന്നും വൈദികർ വെളിപ്പെടുത്തി. BJP സർക്കാർ ഭരിക്കുന്ന ഒഡീഷയിൽ ക്രിസ്ത്യാനികൾക്കും വൈദികർക്കും നേരെ ഹിന്ദുത്വ ആക്രമണം അഴിച്ചുവിടുന്നത് പതിവായിട്ടും പോലീസ് കേസെടുക്കാൻ പോലും തയ്യാറല്ല. കേരളത്തിൽ ക്രൈസ്തവ പീഡനവുമായി അരമനകൾ കയറുന്ന BJP നേതാക്കളും പള്ളികൾ തോറും നേർച്ച കാഴ്ചകളുമായി കയറിയിറങ്ങുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കേരളത്തിന് പുറത്തുള്ള ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നത് ഖേദകരമാണ്. ഈ നിസ്സംഗത തുടർന്നാൽ കേരളത്തിൽ അധികാരം പിടിക്കുക എന്ന BJPയുടെ സ്വപ്നമായി തന്നെ അവശേഷിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.